അടിപൊളിയായിട്ട് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? നോൺ വെർബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് നോൺ അല്ലെങ്കിൽ എന്താണ് വെർബ്, ഇതിന്റെയൊക്കെ റൂൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നല്ല. സോ ആർ യു റെഡി ടു ഡീൽ വിത്ത് ഫ്രേസൽ വെർബ്? നമ്മൾ ഇനി ഫ്രേസൽ വെർബ് നല്ല സെറ്റ് ആക്കി പഠിച്ചാലോ മക്കളെ? ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ USS മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് അല്ലെ 10ാം ക്ലാസ് വരെ ഒക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്നുള്ളത് അല്ലെ. ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് അല്ലെ, വാട്ട്സ് എ ഫ്രേസൽ വെർബ് എന്നുള്ളതും, അതേപോലെ തന്നെ ഫ്രേസൽ വെർബിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോന്റെ എൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നല്ല. ഓക്കെ അല്ലേ? സോ മക്കളെ, എന്താണ് വാട്ട് ഈസ് എ ഫ്രേസൽ വെർബ് അല്ലെ? എന്താണ് ശരിക്കും ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാലോ? നോക്കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. എന്താണ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാല്? വെർബ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാലോ എന്താ വെർബ് എന്ന് പറഞ്ഞാല്. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്നാൽ അപ്പൊ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കോ, എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or 3 വേർഡ്സ് ടു മേക്ക് എ ഫ്രേസ് വിത്ത് എ സിംഗിൾ മീനിങ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതോ, ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വെർബിന് കൂടെ ആരോ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 or 3 വേർഡ്സ് കൂടിയിട്ട് ഒരു സിംഗിൾ മീനിങ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള. ഓക്കെ, സോ നോക്കൂ, ഫ്രേസൽ വെർബ്സ് കമ്പൈൻ എ വെർബ് ആൻഡ് an adverb or a preposition. അപ്പോൾ നമ്മുടെ വെർബിന്റെ കൂടെ ആരായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. വെർബിന്റെ കൂടെ ഒന്നല്ലെങ്കിൽ preposition വരും, അല്ലെങ്കിൽ ഒരു adverbും കൂടി ചേർന്നിട്ട് ഒരു ഫ്രേസ് ആയിട്ട് മാറാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രേസൽ വെർബ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ലുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു വെർബ് ആണ് അല്ലെ. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ളതിനൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാ ഈ ലുക്കിന്റെ കൂടെ ആര് കൂടുന്നുണ്ട്? അപ്പ് കൂടി. അപ്പൊ ലുക്കപ്പ് ആയി. ഓക്കെ, അപ്പൊ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണടാ, അതൊരു ഫ്രേസൽ വെർബ് ആണ് എന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ അത് ഇവിടെ ഈ സെന്റൻസ് നോക്ക്, ലെറ്റ്സ് ലുക്ക് അപ്പ് ദ മീനിങ് ഇൻ ദ ഡിക്ഷണറി. ഇവിടെ എന്താ പറഞ്ഞേ, ഡിക്ഷണറിയിലുള്ള അല്ലെ മീനിങ് ജസ്റ്റ് എന്ത് ചെയ്യാം, ലുക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. സോ നോർമലി നമ്മൾ എവിടേക്കാണ് ഈ ലുക്കപ്പ് യൂസ് ചെയ്യാം? ശ്രദ്ധിച്ചോ, നോക്ക്, ലുക്കപ്പ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാം ടു ലുക്ക് ഫോർ ഇൻഫർമേഷൻ ഇൻ എ ഡിക്ഷണറി അല്ലെ. ഒരു ഡിക്ഷണറിയിലുള്ള ഇൻഫർമേഷൻ ഒക്കെ നോക്കാൻ, അല്ലെങ്കിൽ റെഫറൻസ് ബുക്ക് ഓ ബൈ യൂസിങ് എ കമ്പ്യൂട്ടർ. അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, നമ്മൾ നോർമലി ലുക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഒരു വെർബിന്റെ കൂടെ ഒരു adverb അല്ലെങ്കിൽ ഒരു preposition ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഫ്രേസൽ വെർബ് അല്ലെ, ഫ്രേസൽ വെർബ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട്, ഇതിന്റെ മീനിങ് ഡിഫറൻസ് വരാറുണ്ട്. ഈ വെർബിന്റെ അതേ മീനിങ് ആയിരിക്കില്ല, പിന്നെ ആ വെർബിന്റെ കൂടെ prepositionനും കൂടി കൂടുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ള. ഫോർ എക്സാമ്പിൾ, മക്കളെ, കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിക്കുക എന്നാണ് അല്ലെ. പക്ഷെ കോളറ്റ് എന്ന് പറഞ്ഞാല്, കോളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസൽ വെർബിന്റെ മീനിങ് നമ്മൾ നേരെ വിളിക്കുക എന്നുള്ളതാണോ? അല്ല. എന്താണ്? ടു വിസിറ്റ് എ പ്ലേസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതേപോലെ കോളറ്റ് എന്നുള്ള ഫ്രേസൽ വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ നെക്സ്റ്റ് നോക്ക്, ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോവുക എന്നുള്ള അല്ലെ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ മേലെ പോവുക എന്നുള്ളതല്ല വരുന്നത്. ഗോ ഓൺ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്താണ്? കണ്ടിന്യൂ എന്നുള്ളതിനാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ജസ്റ്റ് ടെൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്നതിനേക്കാളും അല്ലെ, ഇപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗോൺ എന്ന് പറയാം. ഗോൺ എന്ന് പറയുമ്പോൾ എന്താ, കണ്ടിന്യൂ എന്നാണ് നമ്മൾ അവിടെ പറയുന്നത് എന്നല്ല കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ വെർബിന്റെ അതേ തന്നെ മീനിങ് ആയിരിക്കില്ല, അതിൽ നിന്ന് ഫ്രേസൽ വെർബ് ഉണ്ടാവുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രേസൽ വെർബ് ഉണ്ട് അല്ലെ. പക്ഷെ ഇതെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് പോസിബിൾ അല്ല അല്ലെ. പക്ഷേ നമുക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാമിനൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ട കുറച്ച് ഫ്രേസൽ വെർബ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്ക്, ബ്രേക്ക്. ബ്രേക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ബ്രേക്കിന് കൂടെ നമ്മൾ കുറച്ച് പേരെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് പഠിക്കാനുള്ളത് നോക്കുക കേട്ടോ. സോ നോക്ക്, ബ്രേക്ക് ഔട്ട്. ബ്രേക്കിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താടാ, സ്റ്റാർട്ട് ഓർ അപ്പിയർ സഡൻലി. എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, ബ്രേക്ക് ഔട്ട് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ അത് ഒരു സെന്റൻസിൽ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് വരിക നോക്ക്. എ വാർ ഹാഡ് ബ്രോക്കൺ ഔട്ട് ബിറ്റ്വീൻ ദ
ടു കൺട്രീസ്, അതായത് രണ്ട് കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെ അതിന്റെ ഇടയിൽ എന്താണ് ആ ഒരു യുദ്ധം എന്ത് ചെയ്യാണ് പെട്ടെന്ന് അല്ലെ അപ്പിയർ സഡൻലി, അല്ലെങ്കിൽ യുദ്ധം ജസ്റ്റ് സ്റ്റാർട്ടായി, യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബ്രോക്കൺ ഔട്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ബ്രോക്കൺ ഔട്ട് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എന്താക്കിയിട്ടുള്ളത്? യെസ്, ബ്രോക്കൺ ഔട്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ള അല്ലെ. കാരണം ഇവിടെ നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഇവിടെ ഹാഡിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നല്ല. നെക്സ്റ്റ് വൺ ആണ് ബ്രിങ് എന്ന് പറയുന്നത്. സോ ഈ ബ്രിങ്ങിൽ നിന്ന് വരുന്നതാണ് അല്ലെ ബ്രിങ് ഔട്ട്, ദെൻ അതേപോലെ തന്നെ ബ്രിങ് അപ്പ്. അപ്പൊ ഇത് രണ്ടും എന്താന്നുള്ളത്, ഇവിടെ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ ക്ലിയർലി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു സെന്റൻസിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാ? നോക്ക്, എക്സാമ്പിൾ, they told him to bring out the meaning of the poem. അവരല്ലേ അവനോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ടു ബ്രിങ് ഔട്ട് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടല്ലേ ഷോ ചെയ്യാനാണ് എന്ത്? മീനിങ് ഓഫ് ദ പോം, ആ പോയത്തിന്റെ അല്ലെ മീനിങ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്ത്? ബ്രിങ് ഔട്ട്. നെക്സ്റ്റ് നോക്ക്, ബ്രിങ് അപ്പ് എന്നുള്ളത് നോർമലി നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പാരന്റ്സ് അല്ലെ കുട്ടികളെ ബ്രിങ് അപ്പ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ നമ്മൾ ബ്രിങ് അപ്പ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ നോക്ക്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിയർ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാടാ? ബ്രിങ് അപ്പ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ വളർത്തി കൊണ്ടുവരുന്നതിനൊക്കെ നമ്മൾ പൊതുവെ എന്ത് പറയാറുണ്ട്? ബ്രിങ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് ഏതാണോ, ഏത് ടെൻസിലാണോ എന്ന് നോക്കാം. ഇത് പ്രസന്റിലാണോ പറയുന്നത്, അതല്ല ഇത് പാസ്റ്റിലാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രിങ് അപ്പ് ഒക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം എന്നല്ല. സോ ഇവിടെ നോക്ക്, മദേഴ്സ് ബ്രിങ് അപ്പ് their children with loving care. അമ്മമാര് എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള അവരുടെ ചിൽഡ്രനെ ബ്രിങ് അപ്പ് ചെയ്യും വിത്ത് ലവിങ് കെയർ. നല്ല അല്ലെ സ്നേഹത്തോടെയുള്ള നല്ല കരുതലൊക്കെ ആയിട്ട് അവർ മക്കളെ നല്ല രീതിയിൽ വളർത്തും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നല്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്ത്? ബ്രിങ് അപ്പ് യൂസ് ചെയ്തു. അപ്പൊ ബ്രിങ് അപ്പിന്റെ മീനിങ് മനസ്സിലായല്ലോ. എഡ്യൂക്കേറ്റ് അല്ലെങ്കിൽ റിയർ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബ്രിങ് അപ്പ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഈ കോൾ നമ്മൾ എവിടേക്കാണ്? കോളിൽ നിന്ന് വരുന്നത് കോൾ ഫോർ നമ്മൾ പറയാറുണ്ട്, കോൾ ഓൺ, ദെൻ കോൾ ഓഫ്. സോ നോക്ക്, കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? കോൾ ഫോർ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റിക്വയർമെന്റ് ഒക്കെ പറയുന്നതിനൊക്കെയാണ് എന്ത് പറയാം? കോൾ ഫോർ എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഡിമാൻഡ് ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല സെന്റൻസ് നമുക്ക് എഴുതാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിമാൻഡിന് പകരം കോൾ ഫോർ എന്ന് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. സോ ഇവിടെ നോക്ക്, ദ സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം അല്ലേ, called for great courage. ഈ ഒരു സാഹചര്യം എന്താണ് call for എന്ന് പറഞ്ഞിട്ട്? അതായത് ഗ്രേറ്റ് കറേജ്, നല്ല ധൈര്യം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഡിമാൻഡ് എന്നുള്ളതല്ല, റിക്വയർ എന്നുള്ളതല്ല, പകരം നമ്മൾ കോൾ ഫോർ എന്നുള്ളതാണ്. സോ ആ കോളിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കോൾഡ് ആക്കിയിട്ടുണ്ട്, അതിനെ പാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള. ഓക്കെ, അത് സെന്റൻസ് പാസ്റ്റിലായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കോൾ ഫോർ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ മൈൻഡിൽ എന്താ ഉണ്ടാകേണ്ടി വരും? കോൾ ഫോർ, ഓക്കെ, ഡിമാൻഡ്, അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സെറ്റ് അല്ലേ? സോ അടുത്തത് കോൾ ഓൺ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ ഓൺ എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത് അല്ലെ. ഇപ്പൊ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലമൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് കോൾ അറ്റ് പറയാം. എന്നാൽ നമ്മൾ ഒരു പേഴ്സണെയാണ് കാണുന്നതെന്ന് വിചാരിച്ചോ, ഒരു വ്യക്തിയൊക്കെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാം എന്താടാ? കോൾ ഓൺ ആണ്. ഓക്കെ, സോ നോക്ക്, പേ എ ഷോർട്ട് വിസിറ്റ് അല്ലെ, ഒരു ഷോർട്ട് വിസിറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ കോളേജ് കോൾ ഓൺ എന്നൊക്കെ പറയാം. പക്ഷെ അത് പ്ലേസ് ആണെങ്കിൽ സ്ഥലമാണെങ്കിലും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ടു ഇൻവൈറ്റ് എന്നുള്ളതും അതിനർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോൾ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, called on my friend yesterday. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രണ്ട് അല്ലെ. ഇവിടെ കോൾഡ് ഓൺ എന്നുള്ളതിനോട് മീൻ ചെയ്യുന്നത് വിസിറ്റഡ് എന്നാണ് എന്നുള്ള. ഓക്കെ, then ഇവിടെ എന്താ? The secretary called on. സെക്രട്ടറി എന്താ ചെയ്തത്? സെക്രട്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? The minister അല്ലെ, മന്ത്രിയെ, to address the മീറ്റിംഗിന്റെ കാര്യങ്ങൾ അല്ലെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then next നോക്ക്, the secretary അല്ലെ, സെക്രട്ടറി എന്താ ചെയ്തിട്ടുള്ളത്? called on the minister to address the meeting എന്നാ പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോൾഡ് ഓൺ അല്ലെ, കോൾ ഓൺ എന്നുള്ളതിന് എന്തൊക്കെയുണ്ട്? വിസിറ്റ് എന്നുള്ള മീനിങ് ഉണ്ട്, അതേപോലെ തന്നെ ടു ഇൻവൈറ്റ് എന്നുള്ള മീനിങ് ഉണ്ട് എന്നുള്ള അല്ലെ. എന്നാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻവൈറ്റഡ്, അതായത് സെക്രട്ടറി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മിനിസ്റ്ററെ എന്നുള്ളതാണ് ഇവിടെ ഇതിനോട് അർത്ഥമാക്കുന്നത് എന്നല്ല. ഓക്കെ, അപ്പൊ ഇൻവൈറ്റഡ് എന്നുള്ളതിന്റെ പകരമാണ് നമ്മൾ കോൾ ഡൗൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇൻവൈറ്റ് ആണെങ്കിൽ കോൾ ഓൺ, ഇൻവൈറ്റഡ് ആയതുകൊണ്ടാണ് കോൾ ഡൗൺ എന്ന് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താടാ? നോക്ക്, ഡിസൈഡ് ടു സ്റ്റോപ്പ്.
എന്തെങ്കിലും ഒരു സംഭവം നിർത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാം? കാൾ ഓഫ് എന്ന് പറയാം. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡ് ടു സ്റ്റോപ്പ് എന്നുള്ളതാണ് കേട്ടോ. സോ സെന്റൻസ് നോക്ക്. ദ ലീഡർ ആസ്ക്ഡ് ഹിസ് മാൻ ടു കാൾ ഓഫ് ദ സ്ട്രൈക്ക്. ലീഡർ എന്താണ് അല്ലെ? ലീഡർ എന്താണ് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ആസ്ക് ചെയ്തിട്ടുള്ളത്? അതേ എന്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഹിസ് മാൻ ടു കാൾ ഓഫ്. കാൾ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസൈഡ് ടു സ്റ്റോപ്പ് അല്ലെ? അത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ദ സ്ട്രൈക്ക്. ഓക്കെ, സോ ഇവിടെ നേതാവ് എന്താ പറയുന്നത്? അവരുടെ ആ ഒരു സമരം നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കം എന്നുള്ളത് ഉണ്ട്. നോക്ക്, കം എബൌട്ട്, കം അക്രോസ്. ഇതിന്റെ രണ്ടിന്റെ മീനിങ് എന്താടാ? കം എബൌട്ട് എന്നുള്ളത് പറഞ്ഞാല് ഹാപ്പൻ എന്നുള്ളതാണ് കേട്ടോ. കം എബൌട്ട് എന്ന് പറയുമ്പോൾ ഹാപ്പൻ എന്നുള്ളതാണ്. സോ ഇവിടെ നോക്ക്, ഹൗ ഇറ്റ് ഓൾ കെയിം എബൌട്ട് ഈസ് എ മിസ്റ്ററി. അതായത് ഇവിടെ പറഞ്ഞ എന്താണ്? ഇതെല്ലാ കാര്യങ്ങളും അല്ലെ, ഈ ഹാപ്പൻ ചെയ്തിട്ടുള്ള എല്ലാം എങ്ങനെയാണ് ഒരു മിസ്റ്ററി ആവുന്നേ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മിസ്റ്ററി ആവുന്നേ എന്നുള്ളതാണ്. ഹൗ ഇറ്റ് ഓൾ കെയിം എബൌട്ട് ഈസ് എ മിസ്റ്ററി എന്നുള്ള അല്ലെ. ഇത് ഇവിടെ എന്താ പറഞ്ഞ? കെയിം എബൌട്ട് എന്നുള്ള. കം എബൌട്ടിന്റെ പാസ്റ്റ്, കമ്മിന്റെ പാസ്റ്റ് ആണ് ഇവിടെ അല്ലെ, കെയിം എന്നതാണ് അല്ലെ. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞ? ഈ സംഭവിച്ച എല്ലാ സംഭവങ്ങളും, അതായത് ഹാപ്പൻ എന്നുള്ളതിനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്ത്? കെയിം എബൌട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സംഭവിച്ചിട്ടുള്ളത് എല്ലാം ഒരു മിസ്റ്ററി ആണ് എന്നുള്ളത് അല്ലെ, എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, then ഇവിടെ നോക്ക്, കം അക്രോസ് എന്നുള്ളതിനോട് കം അക്രോസ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്, അതായത് ജസ്റ്റ് അല്ലെ എന്തെങ്കിലും സാഹചര്യം മൂലം ജസ്റ്റ്, അതായത് തീരെ നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? മീറ്റ് ബൈ ചാൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് കാണാ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടെത്തുക, ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഫൈൻഡ് ബൈ ചാൻസ് ഇങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? കം അക്രോസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ഇവിടെ നോക്ക്, വൈൽ ഐ വാസ് സെർച്ചിങ് ഫോർ മൈ ലോസ്റ്റ് ബുക്ക്. ഞാൻ എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്? അതിനെ കളഞ്ഞു പോയിട്ടുള്ള ബുക്ക് അല്ലേ, അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ കെയിം അക്രോസ് ദിസ് ഓൾഡ് ഫോട്ടോഗ്രാഫ്. എന്താ കണ്ടത്? അപ്പൊ ഇവിടെ ഫൈൻഡ് ബൈ ചാൻസ് എന്നുള്ള അല്ലെ, ആ ഒരു സാഹചര്യം മൂലം, ആ ഒരു ചാൻസ് മൂലം പെട്ടെന്ന് എന്ത് ചെയ്യാണ്? കണ്ടതാണ് ഈ ഒരു ഓൾഡ് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫൈൻഡ് ബൈ ചാൻസ് അല്ലേ, ഒരിക്കലും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്ത് നോക്കിയതല്ലല്ലോ, ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ കണ്ടതാണ് എന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫൈൻഡ് ബൈ ചാൻസിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? കം അക്രോസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? കെയിം അക്രോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അല്ലെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെ സെർച്ചിങ് എന്ന് പറയുന്നുണ്ട്, വൈൽ ഐ വാസ് സെർച്ചിങ് എന്നുള്ളതാണ്. ഇതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ. നെക്സ്റ്റ് നോക്ക്, ഗെറ്റ്. ഗെറ്റിൽ നിന്ന് ഗെറ്റ് അവേ, ഗെറ്റ് ഓവർ. സോ ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് എന്നുള്ള അല്ലെ. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷപ്പെടുക എന്നുള്ളതാണ്. സോ നോക്ക്, സം ഓഫ് ദ പ്രിസണേഴ്സ്, ജയിലിലുള്ള ആളുകളാണ് അല്ലെ നമ്മൾ എന്ത് പറയാ? ജയിൽ പുള്ളികളാണ് നമ്മൾ പ്രിസണേഴ്സ് എന്ന് പറയാ. അപ്പൊ അവരെന്തായി? ഹാവ് ഗോട്ട് അവേ എന്നാണ് പറഞ്ഞത് അല്ലെ. അവരിൽ പല ആൾക്കാരും എന്ത് ചെയ്ത്? രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എസ്കേപ്പിന് പകരം നമ്മൾ ഗോട്ട് അവേ, ഗെറ്റ് അവേ എന്തായി? ഗോട്ട് അവേ ആയി, കാരണം ഇവിടെ ഹാവ് വന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്ക്, ഓവർകം. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർകം അല്ലെ, നമ്മൾ മറികടക്കുന്നതിനാണ് ഗെറ്റ് ഓവർ എന്ന് പറയാം. സോ നോക്ക്, ഹൗ ക്യാൻ വി ഗെറ്റ് ഓവർ ദിസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ഇത്രയും അല്ലെ ഈ പ്രയാസകരം ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? സോ എങ്ങനെയാണ് നമ്മൾ ഇത് ഗെറ്റ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോവുക. അപ്പൊ ഗോ ഓൺ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ശരിക്കും? ഗോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ള അല്ലെ, കണ്ടിന്യൂ. സോ നോക്ക്, ഷി വെന്റ് ഓൺ സ്പീക്കിംഗ്. അവൾ എന്താ ചെയ്യുന്നത്? അവൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും അവൾ സംസാരിക്കുന്നത്, സ്പീക്കിംഗ് എന്താണ്? കണ്ടിന്യൂ ചെയ്യാണ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഗോൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? കണ്ടിന്യൂ എന്നുള്ള മീനിങ് ആണ്. എന്നാൽ ഇവിടെ നോക്ക്, ഷി വെന്റ് ഓൺ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് അല്ലെ ഗോ ഓൺ എന്നുള്ളത് ഗോ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ വെന്റ് ആക്കിയിട്ടുണ്ട്, അതിനെ പാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഷി വെന്റ് ഓൺ സ്പീക്കിംഗ് എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ വെന്റ് ഓൺ എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ എന്താ തരാ? ഗോ ഓൺ എന്നായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് നമ്മൾ നോക്കുക, എന്നിട്ട് അതനുസരിച്ച് മാച്ച് ചെയ്തിട്ടുള്ള ഫ്രേസൽ വെർബ് നമ്മളവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗോൺ എന്നാണെങ്കിൽ സെന്റൻസ് പാസ്റ്റിലാണെങ്കിൽ ഗോനെ നേരെ മാറ്റിയിട്ട് നമ്മൾ വെന്റ് ഓൺ എന്ന് അവിടെ കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നേരെ നമുക്ക് എന്താണോ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ് അല്ലെ, ഗോൺ ആണെങ്കിൽ ഗോൺ എന്നുള്ള നേരെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫ്രേസൽ വെർബ് ആണ് നമുക്ക് അവിടെ പിക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഗിവ്. ഗിവ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയാ?
നൽകുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ വന്നിരിക്കുന്നത് ഗിവ് ഇൻ, ഗിവ് അവേ, ഗിവ് അപ്പ്. ഗിവ് അവേ, ഗിവ് അവേ എന്ന് കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലെ. നമുക്ക് തലങ്ങ് വിലങ്ങും ഇൻസ്റ്റഗ്രാം തുറന്നാലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഫുൾ ഗിവ് അവേ കൊണ്ടൊരു കളികൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് ഗിവ് അവേ നമുക്ക് കാണാം എന്നല്ല. സോ ആദ്യം തന്നെ അപ്പൊ നമുക്ക് ഗിവ് അവേ ഒന്ന് നോക്കിയാലോ. സോ നോക്ക്, ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? ഗിവ് ഫ്രീലി. നമ്മൾ എന്ത് ചെയ്യാം? വെറുതെ ഇങ്ങനെ കൊടുക്കുകയാണ്. അതേപോലെ അല്ലെങ്കിൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അല്ലെ, നമ്മൾ വിതരണം ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് പറയാ? ഗിവ് അവേ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, സോ നോക്ക്, ഷീ ഗേവ് അവേ ഓൾ ഹെർ മണി. അവൾ എന്താണ്? അവളുടെ എല്ലാ ക്യാഷും അല്ലേ അവൾ ഗേവ് അവേ ചെയ്യാണ് എന്നല്ല, എല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ദെൻ ഇവിടെ നോക്ക്, ദ കളക്ടർ ഗേവ് അവേ ഓൾ ദ പ്രൈസസ്. കളക്ടർ എന്താ ചെയ്തത്? ഗേവ് അവേ. അവിടെ എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, വിതരണം ചെയ്തു എന്നുള്ള അല്ലേ. എല്ലാ പ്രൈസുകളും എല്ലാ സമ്മാനങ്ങളും കളക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നോക്ക്, ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സറണ്ടർ ഓർ ഈൽഡ്. അതായത് നമ്മൾ കീഴടങ്ങൂലടാ, കീഴടങ്ങൂല്, അതാണ് ഈ സറണ്ടർ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഗിവ് ഇൻ യൂസ് ചെയ്യുക. സോ നോക്ക്, അറ്റ് ഫസ്റ്റ് ദ എനിമീസ് റെസിസ്റ്റഡ്. ആദ്യം എന്ത് ചെയ്തു? ഈ ശത്രുക്കളല്ലേ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിന്നു. ബട്ട് സൂൺ, പക്ഷെ പെട്ടെന്ന് തന്നെ ദേ ഹാഡ് ടു ഗിവ് ഇൻ, പക്ഷെ അവർക്ക് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. നിങ്ങളോട് പല ആൾക്കാരും പറയല്ലേ, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ് എന്ന് പറയും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ടല്ലേ, ഡോണ്ട് ഗിവ് അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നെവർ ഗിവ് അപ്പ് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലേ. നെവർ ഗിവ് അപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ നിർത്തരുത്, അതിൽ നിന്ന് നമ്മൾ പിന്മാറരുത് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇവിടെയും നോക്ക്, എന്താണ്? പാർട്ട് വിത്ത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ അല്ലേ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ, അപ്പൊ അത് നിർത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് ഗിവ് അപ്പ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ നോക്കും, ഹി ഹാസ് ഗിവൻ അപ്പ് ഹിസ് പോസ്റ്റ്. അവൻ ആ ഒരു പോസ്റ്റ് അല്ലേ അതെന്ത് ചെയ്തു എന്നുള്ളതാണ്, അത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ദെൻ ഇവിടെ നോക്ക്, ഹാവ് യു ഗിവൻ അപ്പ് സ്മോക്കിംഗ്. നീ സ്മോക്കിംഗ് ചെയ്യുന്നത് എന്തായി? നിർത്തിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഗിവ് അപ്പ് ചെയ്തോ, നീ അത് ഉപേക്ഷിച്ചോ എന്നുള്ള അല്ലെ. അപ്പൊ ഗിവ് അപ്പ്, മനസ്സിലായോ? അപ്പൊ ഗിവ് അപ്പ്, അപ്പൊ നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് പറയാ. അതുകൊണ്ടാണ് നെവർ ഗിവ് അപ്പ് അല്ലെങ്കിൽ ഡോണ്ട് ഗിവ് അപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കീപ്പ് ചെയ്യാ. ഓക്കെ, കീപ്പ് ചെയ്യാൻ നോക്കുക, കീപ്പ് അവേ. കീപ്പ് ചെയ്യുന്നത് എന്താണ്? കീപ്പ് അവേ ആണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ. അവോയ്ഡ് കമ്മിങ് ഓർ ഗോയിങ് ടു ഓർ നിയർ. അതായത് ജസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവം അല്ലെ, അവോയ്ഡ് കമ്മിങ്, അതായത് എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? അത് ഒഴിവാക്കുക. then അതേപോലെ തന്നെ എന്തിനെങ്കിലൊക്കെ അടുത്തേക്ക് നമ്മൾ പോകുന്നതും അല്ലെ, അതാണ് ഇവിടെ പറയുന്നത്, ഗോയിങ് ടു ഓർ നിയർ. അപ്പൊ കീപ്പ് അവേ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നോർമലി അത് നമ്മൾ എവിടെ കാണാറുണ്ട്? ഇപ്പൊ മെഡിസിൻ്റെ ഒക്കെ അല്ലെ, മെഡിസിൻ്റെ ഒക്കെ ബോട്ടിലിനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അതിൻ്റെ ഒക്കെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുട്ടികളെ അല്ലെ ഇത് കീപ്പ് അവേ ചെയ്യണം എന്ന് പറയും. അതായത് അവർക്ക് ഇത് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ നോക്ക്, ചിൽഡ്രൻ ഷുഡ് കീപ്പ് അവേ ഫ്രം മെഡിസിൻസ് അല്ലെ. കുട്ടികളെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ മെഡിസിൻസ് അകലെ വെക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. കാരണം അവർക്ക് ഇത് എന്തല്ല, അത്ര നല്ലതല്ല എന്നുള്ളതാണ്. സോ നോക്ക്, അപ്പൊ കീപ്പ് അവേ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അവോയ്ഡ് കമ്മിങ് എന്നല്ല അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരുന്നത് നമ്മൾ തടയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒഴിവാക്കാണ്. നെക്സ്റ്റ് ലുക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക എന്നുള്ള. പക്ഷെ ഇവിടെ ലുക്ക് ആഫ്റ്റർ, ദെൻ അതേപോലെ തന്നെ ലുക്ക് അപ്പ്. ഇത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, സോ ലുക്ക് ആഫ്റ്റർ എന്നുള്ളത് നമ്മൾ പൊതുവെ പറയാം ടേക്ക് കെയർ ഓഫ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ടേക്ക് കെയർ ഓഫ്, അതായത് നമ്മൾ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാം. ദെൻ അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? ലുക്ക് ആഫ്റ്റർ ചെയ്യും. ദെൻ അതേപോലെ തന്നെ നമ്മുടെ പാരൻസിനെ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യും അല്ലേ. അപ്പൊ ഇങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലുക്ക് ആഫ്റ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നോക്ക്, ദ ചിൽഡ്രൻ were looked after by their aunt while their mother was ഇൽ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ അല്ലെ ആരാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്, ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്? ആന്റി ആണ് എന്നുള്ളതാണ്. അതായത് അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഫുൾ കാര്യങ്ങൾ കുട്ടികളെ മൊത്തം കെയർ ചെയ്തിട്ടുള്ളത് അവരുടെ ആന്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് ലുക്ക് ആഫ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാനാണ് അല്ലെ, ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ലുക്ക്ഡ് ആഫ്റ്റർ നമ്മൾ ഇവിടെ കൊടുത്ത്. അതായത് ഈ സെന്റൻസ് ഇവിടെ പാസ്റ്റിലാണ്, കാരണം ഇവിടെ നമുക്ക് വേർ കാണാം. ഓക്കെ, ഇവിടെ വേർ കാണാം, ദെൻ ഇവിടെയും വാസ് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റിലാണ്, അതുകൊണ്ട് നമ്മൾ ലുക്കിനെ ലുക്ക്ഡ് ആക്കിയതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ലുക്ക് അപ്പ്. ലുക്ക് അപ്പ് എന്ന് പറയുന്നത് സെർച്ച് ഫോർ എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നോക്ക്, ലുക്ക് അപ്പ് എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. അതായത് ഒരു ഡിക്ഷണറി അല്ലെ, ഡിക്ഷണറിയിൽ എന്താ ചെയ്യുന്നത്? സെർച്ച് ചെയ്യുക, എന്നിട്ട് ഏതൊക്കെയാണ് വേർഡ്സ് അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. അപ്പൊ ഇവിടെ എന്താ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ, അപ്പം മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് മേക്ക്. സോ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ
അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ മൈൻഡിൽ വെക്കാം. ഓക്കെ, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ദെൻ അങ്ങനെയാണ് ഈ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാലോ ഈ മേക്കപ്പ് ചെയ്യൽ മാത്രമാണോ? നോ. ഇവിടെ നോക്കടാ, ഇവിടെ ഇൻവെന്റ് അല്ലെങ്കിൽ വൺസ് മൈൻഡ് മേക്ക് എ ഡിസിഷൻ. ഒരാള് അല്ലെ ഒരാളുടെ ഒരു മനസ്സ് എന്താ ഒരു തീരുമാനം എടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ അല്ലെ ഡിസൈഡ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിശ്ചയിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള. നിനക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറില്ലേ? ഞാനത് മേക്കപ്പ് ചെയ്തെടുക്കാം അങ്ങനൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ നോക്ക്, ഇവിടെ എന്താ പറഞ്ഞ മേക്ക് ഔട്ടിന്റെ നോക്ക്. ദ ടീച്ചർ ഈസ് മേക്കിംഗ് ഔട്ട് എ ലിസ്റ്റ് ഓഫ് ദ ബ്രൈറ്റ് പ്യൂപ്പിൾസ് ഓഫ് ഹിസ് ക്ലാസ്. ടീച്ചർ എന്താ മേക്കിംഗ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്, ആ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലെ, ആ ക്ലാസ്സിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ടീച്ചർ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നല്ല. ദെൻ ഇവിടെ നോക്ക്, ഐ ക്യാൻ മേക്ക് ഔട്ട് വാട്ട് യു വാണ്ട്. ഇവിടെ എന്തോ മേക്ക് ഔട്ടിന്റെ മീനിങ് എന്താ? ഐ ക്യാൻ മേക്ക് ഔട്ട്, അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട്. എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ മേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ് മൈൻഡിൽ ഉണ്ടാവേണ്ടത്? മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡിസൈഡ്, ഡിസിഷൻ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കാം. സോ നോക്ക്, ദിസ് ഈസ് എ മേക്കപ്പ് സ്റ്റോറി, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഇതെന്താ പറഞ്ഞേ? ഇത് ജസ്റ്റ് ഒരു കെട്ടുകഥയാണ് എന്നുള്ള അല്ലെ, അതായത് ഒരു ഇൻവെന്റഡ് സ്റ്റോറി ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാനിത് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ്, പുട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പുട്ട് അക്രോസ്, പുട്ട് ഇൻ, പുട്ട് ഓൺ, ദെൻ പുട്ട് അപ്പ് വിത്ത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ടോളറേറ്റ് എന്നുള്ള. സോ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവേ ഓർ കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്. നമ്മൾ എന്തെങ്കിലും ഐഡിയാസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് എന്ത് പറയാടാ? പുട്ട് അക്രോസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഓക്കെ, സോ നോക്ക്, ഹി ഈസ് വെരി ഗുഡ് അറ്റ് പുട്ടിങ് ഹിസ് ഐഡിയാസ് അക്രോസ്. അതായത് അവന് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ അടിപൊളിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവൻ അടിപൊളിയാണ്. നെക്സ്റ്റ്, പുട്ടിൻ എന്ന് പറയുമ്പോൾ സബ്മിറ്റ് ഓർ പെർഫോം. ഓക്കെ, സോ നോക്ക്, ഷീ പുട്ടിൻ എ ക്ലെയിം ഫോർ ഡാമേജസ്. അവൾ എന്താ ചെയ്തിട്ടുള്ള? അവള് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും വണ്ടിക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റി, അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ലെയിം ചെയ്യും അല്ലെ. അപ്പൊ ആ ക്ലെയിം ചെയ്യുന്ന അത് സബ്മിറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ പുട്ടിന് യൂസ് ചെയ്തത്. സോ ഇവിടെ നോക്ക്, യു ഹാവ് ടു പുട്ട് ഇൻ ആൻ ഹവേഴ്സ് വർക്ക് ബിഫോർ ഡിന്നർ. എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ഒരു അവർ വർക്കെങ്കിലും നീ ചെയ്യണം, പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഫോർ ഡിന്നർ, ഈ ഡിന്നറിന്റെ മുന്നിലെ ആയിട്ട് എന്നുള്ള. ദെൻ അങ്ങനെയാണ് ഈ പുട്ട് ഓൺ എന്നുള്ളത് നമ്മൾ നോർമലി വിയർ ചെയ്യലടാ, വിയർ ചെയ്യലേ, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പുട്ട് ഓൺ, വിയർ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഓക്കെ, പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ ആണ് എന്നുള്ളത്. സോ നോക്ക്, ഹി പുട്ട് ഹിസ് ഹാറ്റ് ഓൺ ആൻഡ് വെന്റ് ഔട്ട് ഫോർ എ വാക്ക്. അപ്പൊ തൊപ്പി ധരിക്കുന്നതിനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ പുട്ട് ഓൺ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നോക്ക്, ഷീ പുട്ട് ഓൺ an air of innocence. അപ്പൊ ഇവിടെ അല്ലെ, ഇവിടെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? പുട്ട് ഓൺ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ എയർ ഓഫ് ഇന്നസെൻസ് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? പുട്ട് ഓൺ എന്നുള്ളതാണ്. ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ആ സെന്റൻസ് കാണുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ആരോ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഫ്രേസൽ വെർബ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നല്ല. ദെൻ നെക്സ്റ്റ്, പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ ടോളറേറ്റ് എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മീനിങ് കേട്ടോ. ടോളറേറ്റ് എന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, അല്ലെങ്കിൽ ബിയർ പേഷ്യൻലി അല്ലെ, അഥവാ നമ്മൾ ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ സഹിക്കുന്നതിനാണ് അല്ലെ. യെസ്, ഓക്കെ, സോ നോക്ക്, വി ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത് മെനി ഡിഫിക്കൽട്ടീസ് ഡ്യൂറിങ് അവർ സ്റ്റേ അറ്റ് ദ ഹോട്ടൽ. അതായത് നമ്മളിപ്പോ ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ടോളറേറ്റ് ചെയ്യണം അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയാ? പുട്ട് അപ്പ് വിത്ത് എന്ന് പറയാം. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറയാനുണ്ട്, നമുക്ക് മറ്റൊരാളെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പം നമ്മൾ പുട്ട് അപ്പ് വിത്ത് അല്ലെ, ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്ക്, റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? റൺ ഇൻ ടു എന്തിനെങ്കിലും ഉള്ളിലേക്ക് ഓടുക എന്നുള്ളതാണ്. നോ, ടു മീറ്റ് എന്നുള്ള കേട്ടോ. സോ നോക്ക്, ഷി റാൻ ഇൻ ടു ഹർ ഫ്രണ്ട് ഇൻ ദ സ്ട്രീറ്റ്. അവളുടെ ഫ്രണ്ടിനല്ലേ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സ്ട്രീറ്റിലേക്ക് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ആ മീറ്റ് എന്നതിനാണ് എന്ത് പറയാ? റാൻ ഇൻ ടു എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? ടു എസ്റ്റാബ്ലിഷ്. ദെൻ സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് അസൈഡ് നമ്മൾ എന്താണ് ഈ അല്ലെ അതിന് പ്രത്യേകിച്ച് അറ്റൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതിനങ്ങോട്ട് മാറ്റി വെക്കുന്നതിന് നമ്മൾ എന്ത് പറയാം? സെറ്റ് അസൈഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ നോക്ക്, ദേ സെറ്റ് അസൈഡ് ഓൾ ഫോർമാലിറ്റീസ് ആൻഡ് അപ്പോയിന്റഡ് ഹിം ആസ് ആൻ അക്കൗണ്ടന്റ്. അതായത് ബാക്കിയുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അവരങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്, അതൊന്നും നോക്കുന്നില്ല എന്നുള്ള അല്ലെ. എന്നാ നോക്കാതെ തന്നെ അവൻ അക്കൗണ്ടന്റ് ആക്കി അവര് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലോ, ഹി സെറ്റ് ഡൗൺ ഹിസ് ലോർഡ് ആൻഡ് സാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവന് താഴെ വെക്കുക അല്ലെ, താഴെ വെച്ചു എന്നുള്ള.
എന്നല്ല, സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ മീൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലോ, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ജേർണി നമ്മൾ ബിഗിൻ ചെയ്യുക അല്ലെ, തുടങ്ങുകയാണ്. അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി, എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സെറ്റ് ഔട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ഫ്രേസൽ വെർബിന്റെ ജസ്റ്റ് മീനിങ് ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് ടേക്ക് ആണ്. ഓക്കെ, സോ ടേക്ക് ആണ്. ഇവിടെ നോക്ക്, ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും സംഭവം എടുക്കുക എന്നുള്ളതാണോ? ടേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നോ, എന്താണ്, റൈറ്റ് ഡൗൺ എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ഡൗൺ. സോ ദ ബോയ്സ് ടുക്ക് ഡൗൺ ദ നോട്ട്സ്. അപ്പൊ ടേക്ക് ഡൗൺ എന്താ ഇവിടെ, ടുക്ക് ഡൗൺ എന്ന് കൊടുത്തു എന്നല്ല. അപ്പൊ ടുക്ക് ഡൗൺ എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണത് ആരാ, അത് ടേക്ക് പാസ്റ്റ് ആക്കിയതല്ലേ. ഓക്കെ, സോ ഇത് ടേക്ക് ഡൗൺ ആണ് എന്നുള്ള കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് നമ്മൾ സിനിമന്റെ പേരൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ടേക്ക് ഓഫ്. നമ്മളിപ്പോ ഫ്ലൈറ്റിന്റെ ഒക്കെ അല്ലെ, അതിലൊക്കെ നമ്മൾ എന്താ പറയാ, ടേക്ക് ഓഫ് എന്നാണ് പറയാ. ദെൻ അതേപോലെ തന്നെ ക്ലോത്ത്സ് റിമൂവ് ചെയ്യുന്നതിനും, ഓക്കെ, ദെൻ ബേർഡിന്റെ എയർക്രാഫ്റ്റിന്റെ ഒക്കെ ഫ്ലൈ ബിഗിൻ ചെയ്യുന്നതിനും നമ്മൾ എന്താ പറയാ, ടേക്ക് ഓഫ് എന്നുള്ളതാണ് പറയാം. സോ നോക്ക്, ഐ ടുക്ക് ഓഫ് മൈ ഹാറ്റ് വെൻ ഐ സോ ഹിം. ഞാൻ അല്ലെ അവനെ കണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഹാറ്റ് ടുക്ക് ഓഫ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ടേക്ക് എന്തായി, ടുക്ക് ആക്കി എന്നേ ഉള്ളൂ. ദെൻ ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞാലോ, ടേക്ക് ബാക്ക്, വിത്ഡ്രോ. ഓക്കെ, വിത്ഡ്രോ നമ്മൾ പിൻവലിക്കുന്നതിനാണ്. ഹി ടുക്ക് ബാക്ക് ദ മണി ഫ്രം ദ ബാങ്ക്. അവൻ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് അവന്റെ ക്യാഷ് അല്ലേ അവൻ വിത്ഡ്രോ ചെയ്യുന്നതിനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ടുക്ക് ബാക്ക് എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ടേൺ. ടേൺ എന്ന് പറഞ്ഞാൽ എന്താടാ, തിരിക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ടേൺ ഡൗണും ടേൺ അപ്പും ആണ്. ഓക്കെ, സോ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് തിരിക്കുക എന്നാണോ? നോ, റിജക്ട് എന്നുള്ളതാണ്. ഓക്കെ, നിരസിക്കുക എന്നുള്ളതാണ്. സോ ദി ടേൺ ഡൗൺ ഹിസ് പ്രപ്പോസൽ. അവരെന്ത് ചെയ്തു, അവന്റെ ആ പ്രപ്പോസൽ അവര് നിരസിച്ചു എന്നുള്ളതാണ്. ദെൻ ടേൺ അപ്പ് എന്ന് പറഞ്ഞാലോ, ടേൺ അപ്പ് എന്ന് പറഞ്ഞാലോടാ, അറേവ്. അറൈവ്. അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു സംഭവം അല്ലെ, എവിടെയെങ്കിലും നമ്മൾ അപ്പിയർ ആവുന്നതിന്, എവിടെയെങ്കിലും നമ്മൾ വരുന്നതിന് നമ്മൾ അറൈവ് എന്ന് പറയും അല്ലെ. പിന്നെ നാഷണൽ അറൈവൽ എന്നൊക്കെ നമ്മൾ പറയാല്ലേ, അന്താരാഷ്ട്ര ആഗമനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എയർപോർട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നോക്ക്, ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്നുള്ളതാണ്. സോ ഹി പ്രോമിസ് ടു കം അറ്റ് 10. അവൻ എന്താ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 മണിക്ക് വരാൻ എന്നുള്ളത്. നോ ഇറ്റ് ഈസ് 10 o'clock അല്ലെ, 11 o'clock ആയിട്ടുണ്ട്, 11 മണി ആയിട്ടുണ്ട്. ഹി ഹാസ് നോട്ട് ടേൺഡ് അപ്പ് യെറ്റ്. പക്ഷെ അവൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അറൈവ് ചെയ്തിട്ടില്ല, അതാണ് ടേൺ അപ്പ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ഈ മാച്ച് ദ ഫോളോയിങ് നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലോ ഇനി. ഓക്കെ അല്ലേ, സോ നോക്കേ കേട്ടോ. ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട്, ഫൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, എന്തോ സംഭവം കണ്ടുപിടിക്കുന്നതിനാണ്. സോ നോക്കടാ, ഫൈൻഡ് ഔട്ട് എന്താവാ, ടു ഡിസ്കവർ എന്നുള്ള അല്ലെ. അതേപോലെ തന്നെ കോൾ ഓഫ് എന്ന് പറഞ്ഞാലോ, കോൾ ഓഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ചെയ്യാണ് അല്ലെ. യെസ്, അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ആണ്. ഗെറ്റ് അവേ. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നേരത്തെ നമ്മൾ പ്രിസണേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെറ്റ് അവേ. ഗെറ്റ് അവേ അല്ലെ, പ്രിസണേഴ്സ് എന്തായിരുന്നു, ഗെറ്റ് അവേ ചെയ്തു എന്നതാണ്. അഥവാ അവരെന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്തു അല്ലെ, ടു എസ്കേപ്പ്. നെക്സ്റ്റ് ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോ ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലോഡ്. സിമ്പിൾ അല്ലേടാ. സോ ഇനി അടുത്തത് ഇവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഫ്രേസൽ വെർബുകളെല്ലാം ഇവിടെ എന്തുണ്ട്, ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ താഴെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്നുള്ളത്. സോ കിട്ടണം, എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബ് നന്നായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചോളൂ. നമുക്ക് ഗ്രാമറിന്റെ മാർക്ക് അങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.